ഇവിടെ വന്നപ്പോൾ ഒരു അബദ്ധം പറ്റി. ഇവിടെ ജീപ്പേ എടുക്കില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരാൾക്ക് പൈസ നമ്മൾ സെൻഡ് ചെയ്ത് കൊടുത്ത് അയാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് കയറുന്നത്. ഒരാൾക്ക് 20 രൂപയും പറ്റിയാണ് കേട്ടോ. അതിൻ്റെ ചാർജ്, ടിക്കറ്റ് ചാർജ് അത്രേ ഉള്ളൂ. ഇതാണ് കേട്ടോ, നമ്മളിതാ ഈ ഗേറ്റിൽ നിന്ന് ഇങ്ങ് അകത്തേക്ക് കയറുക. ഇതാ, ഹായ്, അടിപൊളി, വെരി ഗുഡ്, വെരി ഗുഡ്. ഇല്ല, ഡാമിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളിയാണേ. വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് മലമ്പുഴ ഗാർഡനിലേക്ക് 75 കിലോമീറ്റർ, നെല്ലിയാമ്പതിക്ക് 75 കിലോമീറ്റർ, പറമ്പിക്കുളം 130 കിലോമീറ്റർ, കാപ്പാട് ബീച്ച് 167 കിലോമീറ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പീച്ചി ഡാമിൻ്റെ വ്യൂ. കാണുന്നുണ്ടോ? അടിപൊളിയല്ലേ? അപ്പോൾ ഡാമിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ കാണുന്നത്. വെള്ളം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, അത് പാർക്കാണ് കേട്ടോ. കണ്ടോ വെള്ളം, കണ്ടോ? ഷട്ടറിലൂടെ ഒന്നും വെള്ളമൊന്നും വരുന്നില്ല കേട്ടോ. നല്ല വെയിലാണ് കേട്ടോ, നിൽക്കാൻ പറ്റില്ല. എങ്കിലും കുഴപ്പമില്ല, ഇപ്പോഴത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ വെയിലൊന്നും നമുക്കത്ര പ്രശ്നമല്ല. ഓക്കെ, ഇപ്പോൾ ഇവിടെ പീച്ചിയിലുള്ള ചെറിയൊരു പാർക്കിലേക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഒരു കുട്ടി പാർക്ക്. ഓക്കെ, കുട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, 20 മിനിറ്റ്. കൊറാക്കൽ റൈഡ് 40 മിനിറ്റ്, 20 മിനിറ്റ് അങ്ങനെ. ഓക്കെ, ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കുറച്ച് വീടുണ്ട് അവിടെ. നോക്കി നടന്നില്ലെങ്കിലും പണി കിട്ടും കേട്ടോ. ഓക്കെ, സ്റ്റെപ്പല്ല കേട്ടോ, അങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലമാണേ. നോക്കി നടന്നില്ലേ 8ൻ്റെ പണി അങ്ങ് വന്നോളും. എനിക്കിപ്പോൾ ഒരു പണി കിട്ടേണ്ടതാണ്. സ്ഥലം വാങ്ങിച്ചേനെ. ഇത് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ മുകളിലായിരുന്നു. ഇനി അവിടെ നിന്ന് ഇതാണ്ടോ, ആ ഒരു സ്റ്റെപ്പ് വഴി താഴോട്ട് ഇറങ്ങിട്ടോ ഇവിടെ എത്തി. ഓക്കെ, കുട്ടികൾ ഒരുപാട് പേരുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അവർക്കൊരു സന്തോഷമല്ലേ. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരുണ്ട് ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കുട്ടിനെ പിടിച്ചേ. ഇനി ഇവിടുന്ന് താഴോട്ട് ഇറങ്ങണം കേട്ടോ. ഒന്നാം മല കയറി പോവണ്ടേ. ആ വീടിൽ നിന്നും തലയും കുത്തി ചാടണ്ടേ. ഇതുണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന ഭാഗം കേട്ടോ. ഇനിയുണ്ട് സ്റ്റെപ്പ്. സ്റ്റെപ്പുണ്ട്. ഇനി ഇതുകൂടി ഇറങ്ങിയാൽ താഴോട്ടെത്തും. കണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്ന സ്റ്റെപ്പ്. ഓക്കെ, അങ്ങനെ ഇത് ഈ സ്ഥലത്തൂടെ അങ്ങ് പോകണം. കുറേ സ്റ്റെപ്പുകളുണ്ട്, അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങി മനുഷ്യൻ്റെ ഉപ്പാടിളകി. രാത്രിയിലേക്ക് നല്ല കാലുവേദനയൊക്കെ ആയിരിക്കും കേട്ടോ. അടുത്തത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ, പിന്നില്ല. അങ്ങനെ നമ്മൾ താഴോട്ട് ഇറങ്ങി. ഓക്കെ, താഴോട്ട് ഇറങ്ങിട്ടാ. അടിപൊളി.
ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ മെയിൻ അതാണ് കേട്ടോ. ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. അപ്പോൾ ഈ കാഴ്ചകളൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഡാം ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ഇതാ കണ്ടോ, അതിൽ കൂടെ വെള്ളമൊക്കെ ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ മറ്റേ വന്നതാണ് കേട്ടോ. അതിന് ശേഷമൊന്നും വന്നിട്ടില്ല. അതിന് ശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്കൊക്കെ അടിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി. ഓക്കെ, ബൈ.